അഞ്ചാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയിലായി ബി.ജെ.പി. ഇന്നലെ നടന്ന അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 60.48% പോളിംഗ് രേഖപ്പെടുത്തി. അതേസമയം ആറാം ഘട്ട പ്രചാരണം മുന്നണികൾ ശക്തമാക്കിയിട്ടുണ്ട്. സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സ്വാതി. ഗുഡ് മോർണിംഗ് കാവ്യ. പ്രചാരണ രംഗത്ത് ഇന്ത്യ മുന്നണി ഉയർത്തിയ ശക്തമായ ആവേശം അത് ജനങ്ങൾ പൂർണ്ണമായും ഏറ്റെടുത്തു എന്നതാണോ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ്? അത് ബി.ജെ.പി. ക്യാമ്പുകൾക്കുണ്ടാക്കുന്ന ആശങ്കയിൽ നിന്നൊക്കെയും മനസ്സിലാക്കേണ്ടത്. ഈ അഞ്ചാം ഘട്ട പോളിംഗ് പൂർത്തിയായപ്പോൾ ഇപ്പോൾ ഒരു കൃത്യമായ കണക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ? ഒപ്പം തന്നെ ആറാം ഘട്ടത്തിൽ വളരെ ഊർജിതമായ പ്രചാരണം ഒരു മിനിറ്റ് പോലും ബാക്കിയാക്കാതെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? തീർച്ചയായും കാവ്യ, ഈ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ടെടുപ്പ് ഘട്ടം തന്നെയായിരുന്നു അഞ്ചാം ഘട്ടം. എങ്കിലും പോളിംഗ് ശതമാനം ഉയരാത്തതിൽ വലിയ ആശങ്ക ഇപ്പോഴും ബി.ജെ.പിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ തന്നെയും നമുക്കറിയാം പോളിംഗ് ശതമാനം നാലാം ഘട്ടത്തിൽ 67%-ഓളമായിരുന്നു പോളിംഗ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ 67 എന്നാൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു വോട്ടെടുപ്പ് എന്ന് തന്നെ അഞ്ചാം ഘട്ടത്തെ പറയേണ്ടി വരും. 60.48% മാത്രമാണ് പോളിംഗ് ശതമാനമായി പുറത്തുവിട്ടിട്ടുള്ള ഡേറ്റ പ്രകാരം. ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വെസ്റ്റ് ബംഗാളാണ്. 76% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ 54% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് പിന്നാലെ ലഡാക്കും അത്യാവശ്യം നല്ല പോളിംഗ് രേഖപ്പെടുത്തിയ കേന്ദ്രഭരണ പ്രദേശമാണ്. ഈ 49 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 6 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ്. ഇവിടെ മൊത്തത്തിലുള്ള ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിക്കുമ്പോൾ വലിയ പരുങ്ങലിൽ തന്നെയാണ് എല്ലാ സംസ്ഥാനവും പോയിട്ടുള്ളതെന്നറിയാം. കാരണം UP അടക്കം എല്ലാവരും ഉറ്റുനോക്കിയ സംസ്ഥാനം തന്നെയാണ്. UPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, കേന്ദ്രമന്ത്രിമാരടക്കം വലിയ പ്രചരണ രംഗമൊക്കെ വലിയ രീതിയിൽ കൊഴുപ്പിച്ച മത്സരരംഗത്തുണ്ടായിരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് UPയെ സംബന്ധിച്ച് റായ്ബറേലിയിലും അമേഠിയിലും അടക്കം പോളിംഗ് ശതമാനം വലിയ തരത്തിൽ കുറഞ്ഞിട്ടുണ്ട്. രാമക്ഷേത്രവും അയോധ്യയും ഒക്കെ പറഞ്ഞ് വോട്ട് പിടിച്ചെങ്കിലും ആ ഒരു പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ ആ പ്രചാരണങ്ങളൊന്നും ബി.ജെ.പിക്ക് ഏറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടെയൊക്കെ തന്നെയും പോളിംഗ് ശതമാനം വലിയ തരത്തിൽ കുറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബോളിവുഡ് താരങ്ങളടക്കം വലിയ രീതിയിൽ വോട്ടൊക്കെ ചെയ്യാൻ എത്തിയെങ്കിൽ പോലും അവിടെയും പോളിംഗ് ശതമാനത്തിൽ വലിയ ഉയർച്ചയൊന്നുമില്ല. ഇന്നലെ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പോലും വോട്ടർമാർ പുറത്ത് കാത്തു നിൽക്കുന്ന അവസ്ഥ, മുഴുവൻ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. മാത്രമല്ല ബോംബെയൊക്കെ വലിയ തരത്തിൽ പോളിംഗ് ശതമാനത്തിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തി. പ്രത്യേകിച്ചും ഇന്നലെ ഒരു നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലാണ് മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് നടന്നത്. എങ്കിൽ പോലും പോളിംഗ് ശതമാനം വലിയ തരത്തിൽ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രചാരണങ്ങളൊക്കെ തന്നെയും ബി.ജെ.പി. ഉയർത്തിപ്പിടിച്ച പ്രചാരണങ്ങളൊക്കെ തന്നെയും ഏറ്റില്ല എന്ന് പറയേണ്ടി വരും. കാരണം വലിയ പ്രതീക്ഷ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിൽ പോലും ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അവരുടെ പ്രചാരണങ്ങൾ അത്തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയൊന്നും തന്നെ ബി.ജെ.പി. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചില്ല. അതേസമയം ബി.ജെ.പി. വലിയ ആശങ്കയിൽ തുടരുകയാണ്. എല്ലാ ഘട്ടങ്ങളിലും ഈ പോളിംഗ് ശതമാനം വലിയ കുറവ് രേഖപ്പെടുത്തിയതിലുള്ള ആശങ്ക തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ, CAA അടക്കമുള്ള വിഷയങ്ങൾ പ്രചരണ ആയുധമായി എടുത്തിട്ട് പോലും വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ആറാം ഘട്ട വോട്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആറാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള വലിയ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ദില്ലിയിലെമ്പാടും വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. ബി.ജെ.പിയും ഒട്ടും പിറകിലോട്ടല്ല പ്രചാരണത്തിൽ. കാരണം മോദി അടക്കം ദില്ലിയിൽ കഴിഞ്ഞ ദിവസം പ്രചാരണം നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധി ഈസ്റ്റ് ദില്ലിയിൽ പ്രചരണം നടത്തിയിരുന്നു. അത്തരത്തിൽ പ്രചരണങ്ങൾ നല്ല രീതിയിൽ കൊഴുപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മുന്നണികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാവ്യ. ശരി സ്വാതി സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ അഞ്ചാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം സംബന്ധിച്ച ഒരു കണക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് 60.48 എന്നതാണ്. അതൊരു അന്തിമ കണക്കാണെങ്കിൽ വീണ്ടും പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് വിലയിരുത്തേണ്ടി വരിക. ബി.ജെ.പിക്ക് ഇരട്ടിയിലധികം പ്രഹരമാണ് ഈ ഒരു പോളിംഗ് ശതമാനത്തിലെ കുറവ് എന്നൊരു വിലയിരുത്തലുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണോ തുടർ ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കാനുള്ളത്.